വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 141 സായാഹ്ന പ്രാർത്ഥന. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എൻ്റെ നാവിനു കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിനു കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്കു ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോടു ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ.
എൻ്റെ നന്മയ്ക്കു വേണ്ടി നീതിമാനെന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസ്സിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്നും തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എൻ്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്നവരറിയും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. വിറകു കീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. അവരെനിക്കൊരുക്കിയ
അപേക്ഷിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. വചനോപാസന. ഇന്നത്തെ വചനോപാസനയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 141 സങ്കീർത്തനത്തെക്കുറിച്ചാണ് വിചിന്തനം നടത്തുന്നത്. 141 സങ്കീർത്തനത്തിൽ 10 വചനങ്ങളാണുള്ളത്. ഇത് ഒരു വ്യക്തിവിലാപമാണ്. ഈ സങ്കീർത്തനം പലപ്പോഴും സായാഹ്ന പ്രാർത്ഥനയായിട്ട് ചെല്ലാറുമുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏതോ ഒരു ദൈവഭക്തന് ശത്രുവിൽ നിന്നും അനുഭവിക്കുന്ന വിശ്വാസ പരീക്ഷണവും ക്ലേശവുമാണ് സങ്കീർത്തനത്തിൽ സൂചിതമായിരിക്കുന്നത്. ദൈവത്തിനെതിരായിട്ട് ഒരു വാക്കുരിയാടാനോ തിന്മ പ്രവർത്തിക്കാനോ ദൈവദൂഷണപരമായ വിരുന്നുണ്ണുവാനോ ഇടവന്നേക്കുമോ എന്നുള്ളതാണ് ഈ ദൈവഭക്തൻ്റെ ഭയം. ദുഷ്ടശത്രുക്കൾ അയാളെ പ്രഹരിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നുണ്ടെന്നും 5-ാം വാക്യത്തിൽ സൂചനയും നൽകുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, കർത്താവെ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായിട്ടും സ്വീകരിക്കണമേ. എന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അപേക്ഷയാണ് സങ്കീർത്തകൻ ഇവിടെ പറയുന്നത്. കർത്താവ്, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധരത്തിന് കാവലേർപ്പെടുത്തണമേ. കാരണം കർത്താവിന് ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ നാവിൽ നിന്നും അധരത്തിൽ നിന്നും വരരുത്. വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. നാവിന് കടിഞ്ഞാണ്ടിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ സ്വയം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ അപേക്ഷ, കർത്താവ്, അവിടുന്ന് എൻ്റെ നാവിന് കടിഞ്ഞാണ്ടിടണമേ, എൻ്റെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തണമേ, എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രത്യേകതയാണല്ലോ നന്മയേക്കാൾ ഉപരിയായിട്ട് തിന്മയിലേക്ക് പോകുവാനായിട്ടുള്ള പ്രവണത. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുത്, അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്കിടയാകരുത്, അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരരുത്. എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. അപ്പം എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് പ്രഹരണമോ ശിക്ഷയോ ശാസനയോ ഒന്നും ഏറ്റെടുക്കാൻ ഈ സങ്കീർത്തകന് യാതൊരു മടിയുമില്ല. കാരണം വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയും ഒരു അഭ്യുന്നതയും ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. അപ്പം ദുഷ്ടനിൽ നിന്നും, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ദുഷ്ടനിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു വലിയ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹമാണ് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിലൂടെ വളരെ പ്രകടമാക്കുന്നത്. വ്യക്തിപരമായിട്ട് ജീവിതത്തെ നവീകരിക്കുന്നതിനും അതുപോലെ തന്നെ ശത്രുക്കളെയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്നുമുള്ള ഒരു വിടുതലും സങ്കീർത്തനം ഇവിടെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പലപ്പോഴും ക്ലേശങ്ങളും ദുഃഖങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ദൈവനിഷേധികൾ പൊതുജന സമക്ഷം ആകർഷണീയരായി പ്രത്യക്ഷപ്പെടുന്നതും സങ്കീർത്തകൻ്റെ കാലത്തേതെന്ന പോലെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ടല്ലോ, ദുഷ്ടൻ പന പോലെ വളരുന്നതും
അതുപോലെ നീതിമാൻ ക്ഷയിച്ചു പോകുന്നതുമൊക്കെ പലപ്പോഴും നമുക്കും കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സങ്കീർത്തകൻ ഇവിടെ ഈ സങ്കീർത്തനം എടുക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇത് വിരോധാഭാസമായിട്ട് പലർക്കും തോന്നാം. അതായത് സത്യവിശ്വാസികൾക്കൊപ്പം എപ്പോഴും ക്ലേശങ്ങളും ഭാരങ്ങളും വഹിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. എന്നാൽ അത് പലപ്പോഴും നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല, നമ്മളാരും ആഗ്രഹിക്കുന്നതില്ല എന്നതാണ് സത്യം. എന്നാൽ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൽ നിന്നും അകലുന്നവർക്ക് ലോകം നൽകുന്ന സമാശ്വാസവും സന്തോഷവും സത്കീർത്തിയും താൽക്കാലികമാണെന്നും ലോകത്തിന് നൽകാത്ത സമാശ്വാസവും സന്തോഷവും സംതൃപ്തിയും അവന് അന്യമാകുന്നുവെന്നും ഈ സങ്കീർത്തനം നമുക്ക് പാഠം നൽകുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്നും അകലുന്നവർക്ക് ലോകം നൽകുന്ന സമാശ്വാസവും സന്തോഷവും സത്കീർത്തിയും ഒക്കെ താൽക്കാലികമാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും ഒന്നും അനുഭവിച്ചു കൊണ്ട് പോകുന്നതിനായിട്ട് സാധിക്കുകയില്ല എന്നാണ് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ പ്രത്യേകമായ വിധത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തോടൊത്ത് ഈ ലോകത്തിൽ വ്യാപരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അത് ദൈവത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്. മറിച്ച് അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ പ്രവർത്തന മാധ്യമമാകുന്നുവെന്നേയുള്ളൂ. ദൈവികതയില്ലാത്തവർ സമൂഹത്തിൽ വിഹരിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് അവരുടെ ജീവിതമെന്നൊക്കെയാണ് സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ദൈവത്തെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ജീവിതത്തിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അഭിമുഖീകരിച്ച് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമൊന്നും നമ്മുടെ സമചിത്തത നഷ്ടപ്പെടുത്താതെ, സന്തോഷം നഷ്ടപ്പെടുത്താതെ, സമാധാനം നഷ്ടപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് ഈ സങ്കീർത്തനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നാം സ്വയം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അതിനുള്ള മോചനമാർഗം സങ്കീർത്തകൻ കാട്ടിത്തരുന്നത് മാതൃക തന്നെയാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവിൻ്റെ നേർക്ക് കണ്ണുകളും കൈകളും നമ്മൾ ഉയർത്തണം. മറ്റെല്ലാ ആശ്രയങ്ങളും മിഥ്യ മാത്രമാണ് എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമൊക്കെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുന്ന ആളുകളായിരിക്കണം. സാധാരണ സംഭവിക്കുന്ന എന്താണ്? ക്ലേശങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റു പലതിലും നമ്മൾ ആശ്രയിക്കാനായിട്ട് പോകുന്നു. പക്ഷേ അത് ശാശ്വതമായ ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ കൊണ്ട് എത്തിക്കുകയില്ല എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ക്ലേശങ്ങളും തകർച്ചകളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനും കൈകൾ ഉയർത്തുവാനും സാധിക്കണം എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് മാതൃകയായിട്ട് സങ്കീർത്തകൻ തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായിട്ടാണ് ഈ 41 സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനും കൈകൾ ഉയർത്തുവാനുമായിട്ടുള്ള കൃപയ്ക്കും ശക്തിക്കും നമുക്ക് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ശക്തി ലഭിക്കട്ടെ. വചനോപാസന. യേശുവിൻ രക്തം ജയം, 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 രക്തം തിരു
രക്തം തിരുരക്തം രക്തം തിരുരക്തം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം കാൽവരി ക്രൂശിൽ മൂന്നാണികളാൽ ചിന്തിയൊരീ തിരുരക്തം കാൽവരി ക്രൂശിൽ മൂന്നാണികളാൽ ചിന്തിയൊരീ തിരുരക്തം കാൽവരി ക്രൂശിൽ മൂന്നാണികളാൽ തിരുരക്തം കാൽവരി ക്രൂശിൽ മൂന്നാണികളാൽ ചിന്തിയൊരീ തിരുരക്തം മാനവരക്ഷയ്ക്കായി ചിന്തിയ രക്തം യേശുവിൻ തിരുരക്തം രോഗസൗഖ്യം നൽകിടും രക്തം യേശുവിൻ തിരുരക്തം ശാപമോക്ഷം ഏകിടും രക്തം യേശുവിൻ തിരുരക്തം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം പാപമോചനവും ആത്മാവിൻ രക്ഷയ്ക്കും വാഗ്ദാനമായ തിരുരക്തം 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 നദി പോലൊഴുകും ഹൃദയാന്തരാളെ കൃപയാൽ നിറയും തിരുരക്തം നദി പോലൊഴുകും ഹൃദയാന്തരാളെ കൃപയാൽ നിറയും തിരുരക്തം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ